അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലൊരു ഒരു മുൻവിധിയിലേക്ക് എത്താറൊന്നുമായിട്ടില്ല. കാരണം കേസിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ഘട്ടങ്ങളായിട്ട് ഇത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതായത് ആദ്യം തിരുവനന്തപുരത്തെ വീട് റെയ്ഡ് ചെയ്തു, പിന്നീട് വീണയെ ചോദ്യം ചെയ്തു, അത് കഴിഞ്ഞ് മൂന്നാമത് ഇപ്പോൾ കോഴിക്കോട് റെയ്ഡ് നടക്കുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇഡിയുടെ അധികാര പരിധിയിൽ വരുന്ന 2 കാര്യങ്ങളിലേക്ക് ഇത് വന്നു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മണി ലോണ്ടറിങ്, നേരത്തെ തന്നെ പറയുന്നത്. പുതിയതായിട്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, അതിലേക്കും കൂടി ഇത് വന്നു. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഇഡിയുടെ പരിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതിലേക്ക് അത്രത്തോളം പോസിറ്റീവായിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നടന്നിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന അന്വേഷണങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ പണത്തിന്റെ കൈമാറ്റം നടന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഇഡിയുടെ പരിധിയിൽ വരുന്നതാണ്. നേരത്തെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓർക്കാം, മറ്റു ചില കേരളത്തിലെ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചില കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ വന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജൻസിക്ക്, അതായത് ഇഡിക്ക് തന്നെ ഇത് അന്വേഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ അന്വേഷണങ്ങളൊന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ എല്ലാ അന്വേഷണങ്ങളും വിജയിക്കും നമ്മൾ വിചാരിക്കുന്നതൊന്നും കാര്യമില്ല. ഈ കേസിൽ അന്വേഷണം കുറെ കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കുരുക്കു മുറുകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അന്വേഷണ ഏജൻസിക്ക് അതിന് കൃത്യമായിട്ടുള്ള തെളിവ് വേണം. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഇത് കോടതിയുടെ മുന്നിൽ കൊണ്ടുപോകേണ്ടുന്ന സാധനമാണ്. അപ്പോൾ ആ രീതിയിൽ ഡോക്യുമെന്റ്സ് റെഡിയാക്കുക എന്നുള്ളതിലേക്കുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടങ്ങൾ കടക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിപ്പം കേസ് അന്തിമമായി എന്നോ അല്ലെങ്കിൽ ഇതിൽ കുറ്റവാളികളാക്കപ്പെട്ടു എന്നോ പറയാൻ സാധാരണക്കാരുടെ നിരീക്ഷണം. ഞാൻ ചോദിക്കുന്നത് ഈ അന്വേഷണം ഏതൊക്കെ ഏജൻസികൾ ഏതൊക്കെ കുറ്റകൃത്യം അന്വേഷിക്കുക എന്നുള്ള പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം അന്വേഷിച്ച SFI ആണ്. SFI അന്വേഷിക്കുന്ന യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് ഡീലിംഗുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുണ്ടോ എന്നാണ്. അവരുടെ അന്വേഷണത്തിന്റെ ഫോക്കസ് CMRൽ മാത്രമാണ്. അവിടെ വീണയില്ല. അവിടെ CMRൽ ആ പണം അനധികൃതമായി ചെലവഴിച്ചു എന്നാണ്. ഓക്കെ, അതിപ്പോ ഹവാല ഇവിടെ വന്നു. അതാണ് ഇപ്പൊ ആ പണം വീണയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കിക്ക് ബാക്ക് ആകാം എന്ന് SFI അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കിക്ക് ബാക്ക് തന്നെയാണോ? അവിടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വേറൊരു ഏജൻസി അന്വേഷിക്കണ്ടേ? അല്ല, ഞാൻ പറയുന്നതല്ല. നമ്മൾ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് SFI ആദ്യം തുടങ്ങിയിട്ട് അത് നമ്മളെ എക്സാലോജിക്കിന്റെ നേരത്തെ CMRലിന്റെ കേസാണല്ലോ. ആ കേസ് വന്നിട്ട് പിന്നെയാണ് ED അതിലേക്ക് വരുന്നത്. അപ്പോൾ ED ഇവിടെ വന്നിട്ട് ഇപ്പോൾ നടക്കുന്ന EDയുടെ അന്വേഷണം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വീണയെ 2 തവണ ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ നേരത്തെ തന്നെ റിയാസിനോട് ടെലിഫോണിക്കായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു. അങ്ങനെ കോഴിക്കോട് ഇപ്പോൾ ആദ്യം വന്നത് എക്സാലോജിക്ക്, അതൊരു ഷെൽ കമ്പനിയാണ്, ശരിക്കും ഒരു എന്താ പറയുക, 1-man കമ്പനിയാണ്. അത് കഴിഞ്ഞ് ഒരു പുതിയ കമ്പനിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കും. എന്താണ്, കോഴിക്കോട് പന്തീരങ്കാവിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു A4 ഷീറ്റിൽ ബോർഡ് വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്കാണ് ഈ പറയുന്ന എത്രയാണ് 10 ലക്ഷം രൂപയോ മറ്റോ ചെലവിട്ടു എന്ന് റിയാസ് നേരത്തെ തെരഞ്ഞെടുപ്പ് കണക്കിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള പണം റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് കൈമാറി, അത് എന്റെയും കൂടെ സുഹൃത്താണെന്നൊക്കെ വീണ പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നു. EDയോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് കാണുന്നു. അപ്പോൾ അത് ശരിയാണെങ്കിൽ അങ്ങനെ ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ നമ്മളിപ്പോൾ നേരത്തെ ED അന്വേഷിച്ച കേസുകൾ നമുക്കറിയാം. അതായത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പലപ്പോഴും അന്വേഷിച്ച് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിവിദഗ്ധന്മാരാണ് ഈ പണം കൊണ്ട് കളിക്കുന്നവർ. അതുകൊണ്ട് അവർക്ക് നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാനൊക്കെ അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും കേസുകൾ അങ്ങനെ തെളിയിക്കപ്പെടാത്തത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതും അങ്ങനെ ആകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് CPM എടുക്കുന്ന നിലപാട് എന്തെന്നുള്ള ചോദ്യം വരുന്നു. അപ്പോൾ CPM ഞങ്ങളുടേതല്ല, ഇത് ഞങ്ങൾക്ക് പാർട്ടിയുമായിട്ട് ഇതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഓക്കെ. അങ്ങനെയല്ല പറഞ്ഞത്. CPM ഇതങ്ങ് ഏറ്റെടുക്കുകയാണ്, ഞങ്ങളുടേതാണ്. ഇപ്പോൾ അടുത്ത ദിവസം രാഷ്ട്രീയ വിശദീകരണ യോഗം വെക്കാൻ പോകുന്നു. അങ്ങനെ പാർട്ടിയുടെ തന്നെയാണെന്ന് പറയുകയാണ്. അതേസമയം പാർട്ടി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോ ഈ അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടോ ഒന്നുമല്ല. ഒരു സാധാരണ രീതിയിൽ സാധാരണ മനുഷ്യന്മാർ ആലോചിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ സമീപനത്തിലൂടെ അല്ല ഇത്, ഇല്ല ഞങ്ങൾ ഇതിന്റെ ഭാഗമല്ല, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി നടന്നിട്ടില്ല എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ അനുദിനം പാർട്ടിയും കൂടെ കുരുക്കിലാകുകയാണ്. അതായത് ഞങ്ങൾ BJPക്ക് വഴങ്ങില്ല എന്നൊക്കെ റിയാസ് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞില്ല, അടുത്ത ദിവസം കോഴിക്കോട്ട് വിശദീകരണ യോഗം നടത്തുന്നു, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ CPI എടുത്ത നിലപാട് നോക്കൂ. CPI പറഞ്ഞത് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്നാണ്. അത് ഒരു ഒഴിഞ്ഞുമാറൽ തന്ത്രമായിട്ട് തോന്നാം. പക്ഷേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ CPMന് ഇത്രത്തോളം പ്രതിസന്ധിയിലാവില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും CPIയുടെ ആ വാദം മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. കാരണം CPI ഘടകകക്ഷിയാണ്. CPIന് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഗ്രസിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത് മുന്നണിയുടെ എന്താ പറയുക, ഒരു പ്രതിച്ഛായക്ക് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് CPIയുടെ ഭാഗത്ത് നിന്ന് ഫലിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് CPIM അങ്ങനെ ഒരു നിലപാട് ചിലപ്പോൾ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇത് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ തിരുവനന്തപുരത്ത് വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ അവിടെ പാർട്ടി പ്രവർത്തകർ വന്നിട്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഉണ്ടായത്. അത് തുടർന്ന് ഇങ്ങോട്ട് ഓരോ ഘട്ടം കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പം കോഴിക്കോട്ടെത്തി കഴിഞ്ഞപ്പോഴും പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ, റിയാസുമായിട്ട് ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്യുമ്പോൾ ഉടനെ അത് പാർട്ടിക്കെതിരെ ഉള്ളതാണ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പക്ഷേ ഈ രീതിയിലേക്ക് ആക്കി കൊണ്ടുവന്ന CPIM ആണ്. പക്ഷേ എനിക്കൊന്നത് CPIMന്റെ ഒരു അനിവാര്യതയായിരിക്കാം. കാരണം അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ കുടുംബവുമായിട്ടും വീടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പാർട്ടിക്ക് പ്രത്യേക സാഹചര്യത്തിൽ പറ്റുള്ളായിരിക്കും. അതുകൂടി ആയിരിക്കാം അതിന്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഇത് രാഷ്ട്രീയം ഒരു വശത്ത് നിൽക്കുമ്പോൾ അന്വേഷണം മറുവശത്ത് ഈ രീതിയിൽ പറഞ്ഞ പോലെ ED മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ എന്താ പറയുക, ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണുള്ളത്. പക്ഷേ അത് അന്തിമമായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്താണ് ഇപ്പോൾ ഒരു കുറിപ്പ്, കടലാസിൽ എഴുതിയ കുറിപ്പ് വളരെ വിലപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പലപ്പോഴും ഈ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ ചെയ്യുന്നത്. കാരണം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എവിഡൻസ് ആയിട്ട് മാറുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് ചെയ്തതായിരിക്കാം. പക്ഷേ ആ എവിഡൻസ് ഒക്കെ എത്രത്തോളം കോടതിയുടെ മുന്നിൽ നിൽക്കും, എത്രത്തോളം അതിനെ പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളത്, ഇപ്പോൾ അതായത് ഒരു സിമ്മിന്റെ ഫോട്ടോ എന്നൊക്കെ പറയുന്നത് അതിന് എത്രത്തോളം എവിഡൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് നിൽക്കുമായിരിക്കും, ഒരു സ്ട്രോങ് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് നിൽക്കുമായിരിക്കും. പ്രാഥമികമായിട്ടുള്ള മറ്റു തെളിവുകൾ കണ്ടെത്തേണ്ടി വരും. ആ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അതിന് നമുക്കിപ്പോൾ എന്താ പറയുക, സമൂഹത്തിന് വരെ ബോധ്യമാകുന്ന സാഹചര്യം, അതായത് ഇങ്ങനെ ഒരു കമ്പനി തുറക്കുന്നു, അതിനുവേണ്ടി 10.5 ലക്ഷം രൂപ ചെലവിടുന്നു. എന്താണ് അതിന്റെ ചെലവ്, എന്താണ് അവിടെ പ്രവർത്തനം? അവിടെ സമീപവാസികൾ പറയുന്നു ഇവിടെ ആരും വരാറില്ല, തുറക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രവർത്തനം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എക്സാലോജിക് പോലെ വേറൊരു ഷെൽ കമ്പനി, നമുക്കറിയാം അടുത്ത കാലത്ത് ഈ ഷെൽ കമ്പനികളെ കൊണ്ട് വലിയ പ്രശ്നമായിട്ട് കേന്ദ്ര സർക്കാർക്ക് എത്രയോ ലക്ഷക്കണക്കിന് ഷെൽ കമ്പനികളെ ഒഴിവാക്കിയ ഒരു കാലത്ത് അതുകൂടെ സ്വന്തമായ ഒരു വെബ്സൈറ്റും ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കേട്ടില്ല. എക്സാലോജിക്കിന് സ്വന്തമായ ഒരു വെബ്സൈറ്റും ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമുക്കറിയാലോ, നമ്മളെ PT തോമസ് ഒക്കെ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഈ വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളൊരു ബിസിനസ് ചെയ്തു എന്നുള്ളൊരു തെളിവായിട്ട് നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യത്തൊക്കെ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് അങ്ങനെ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരില്ല എന്നുള്ളതല്ല. പക്ഷേ അത് മാത്രം ഒരു തെളിവായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു പ്രതിഫലവും കിട്ടാതെയാണ് എക്സാലോജിക്കിന് പണം കൊടുത്തത് എന്നുള്ള കേസ് നേരത്തെ വരില്ലല്ലോ, അങ്ങനെ ഒരു ചർച്ച വരില്ലല്ലോ. അത്